ഹലോ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഇട്ടതിന് അതിന്റെ താഴെ പോയി ഒരാള് കമന്റ് ഇട്ടു. 1500 രൂപക്ക് കിട്ടുന്നു. എന്തോ പറഞ്ഞു. ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. ഷാപ്പിൽ ഞാൻ പോയി ഫുഡ് കഴിച്ചതിന്റെ പേരിൽ എനിക്ക് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്. 1500 രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് കളിക്കാനായിട്ട്. അവനായിട്ടോട് ഞാൻ പറയാണ്, ഞാൻ തിരിച്ച് അവന് കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് ഇട്ട് കൊടുക്കുന്ന കമന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ നിന്റെ അമ്മേനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. 2500 രൂപയ്ക്ക് ഞാൻ ജയിൽ അടിക്കാൻ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ. കാരണം എന്നെ അങ്ങനെ പറയുമ്പോ 1500 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ ഷാപ്പിൽ ഞാൻ ചോദിക്കുന്നതല്ല, ഈ സ്ത്രീ എങ്ങനത്തെ സ്ത്രീ ആവട്ടെ, അല്ലെ, റിവ്യൂ പറയുന്ന സ്ത്രീയോ അല്ലെങ്കിൽ പബ്ലിക് എന്താ പ്രശസ്തി നേടാൻ വേണ്ടി വരുന്ന സ്ത്രീയോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അതൊരു സ്ത്രീയാണ്. അതിന്റെ താഴെ കമന്റ് ഇട്ട് നിങ്ങൾ കാണണം. ആരാണ് 1500 രൂപ കൊടുത്ത് 150 രൂപയ്ക്കേ ഉള്ളൂ. നിങ്ങൾ കമന്റ് ഒന്ന് നോക്കി. ഇത്രത്തോളം ഈ മലയാളികൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഇവർക്ക് പേഴ്സണലായിട്ട് വല്ലതും അറിയോ? അറിയില്ല. അവർ ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ വീഡിയോയിൽ കാണുന്ന പരിചയം മാത്രമല്ലേ ഉള്ളൂ. എന്തിനാണ് ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശം വരുന്നത്? ഇതിലെന്ത് സുഖമാണ് നിങ്ങൾക്കുള്ളത്? ഈ കമന്റ് ഇട്ടവരൊക്കെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെയാണോ? അവര് ഈ പബ്ലിക്കായിട്ട് ചിലപ്പോൾ അവർക്ക് ഫേമസ് ആവണം, അല്ലെങ്കിൽ അവർക്കൊരു മീഡിയ അറ്റൻഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ബാക്കിയുള്ളവരെ കൂടെ വന്ന് റിവ്യൂ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് അവരെന്തും പറയാന്നുള്ളൊരു ലൈസൻസ് അല്ലല്ലോ അത്. ഒരു സ്ത്രീയല്ലേ അവര്. അത് ഒന്ന് പരിഗണിക്കണ്ടേ? നമ്മള് ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതൊന്ന് പരിഗണിക്കണ്ടേ? എവിടെയാണ് മലയാളികൾ സാംസ്കാരികമായിട്ടും എന്താ പറയുക, എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ മുമ്പിലെന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആൾക്കാരുടെ സംസ്കാരവും എഡ്യൂക്കേഷനൊക്കെ. ഇതൊക്കെ എവിടുന്നാണ് പടച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരാളെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖം കിട്ടുക? ഇതുപോലെ മോശം കമന്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്ത് നാറ്റിക്കുന്നതായിരിക്കും. പിന്നെ അടക്കം പ്രൊഫൈൽ ഫോട്ടോ അടക്കം അതാരാണ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ വെളിപ്പെടുത്തി പ്രൊഫൈൽ പിക്ചർ അടക്കം നാറ്റിക്കുന്നതായിരിക്കും ഞാൻ. കമന്റ് ഇടുന്നവരോട് സൂക്ഷിച്ചു. ബ്ലാക്ക് മാൻ നിങ്ങളെ പുറകെ തന്നെയുണ്ട്.